video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Dr. Kalyan Gade. This episode introduces Aravu Paattu, the songs once women used to sing during grinding coconut paste for wedding feasts in North Kerala. ഇത് കണ്ണൂർ എടച്ചൊവ്വ സ്വദേശി സായന്ത് BP. പാരമ്പര്യ കലകളെയും സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഇളം തലമുറയുടെ പ്രതിനിധി. 15 വർഷത്തോളമായി നാടൻപാട്ട് രംഗത്ത് സജീവമാണ് ഈ കലാകാരൻ. സൗപർണിക കലാവേദി അത്താഴക്കുന്നിൻ്റെ അമരക്കാരൻ. ഫോക്ലോർ അക്കാദമി വജ്ര ജൂബിലി ഫെലോഷിപ്പ് അവാർഡ് ജേതാവ്. കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ നിലനിന്നിരുന്ന ഇന്ന് അന്യം നിന്നുപോയ അരവുപാട്ട് എന്ന ഒരു കലാസമ്പ്രദായത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഈ ന്യൂജൻ പ്രതിനിധി. കല്യാണ വീടുകളിൽ സദ്യ ഒരുക്കാനായി നാളികേരം അമ്മിക്കല്ലിൽ അരയ്ക്കുമ്പോൾ സ്ത്രീകൾ പാടിയിരുന്ന പാട്ടാണ് അരവുപാട്ട്. നമ്മുടെ സംസ്കാരവും പൈതൃകവും വരും തലമുറയിൽ ഭദ്രമാണെന്ന് നമുക്ക് ആശ്വസിക്കാം. ചന്തു പൊന്മളകഴുത്തിലങ്ങിട്ടോ ചന്തു ആടക്കറി പോരാ ചോറ് പോരാ വീടക്കറി പോരാ ചോറ് പോരാ അത് താനെ കിട്ടുള്ള ചന്തു മാത് നീയമ്പള്ളോ മന കുഞ്ഞി ചന്തു. ഞാനിപ്പോൾ പാടിയ പാട്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ അത്താഴക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് പാടി വരുന്ന ഒരു അരവ് പാട്ട്. ഇതൊരു വടക്കൻ പാട്ടാണ്. ഈ പാട്ടുകളൊക്കെ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയി. അങ്ങനെ അന്യം നിന്ന് പോകാനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് അയൽവക്കങ്ങളിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മംഗലം ഉണ്ടാകുമ്പോൾ മംഗലമുള്ള വീട്ടിലേക്ക് അയൽവക്കത്തുള്ള ചേച്ചിമാരൊക്കെ അരച്ച് സഹായിക്കാൻ വേണ്ടി പോകും. അമ്മിക്കുട്ടിയിൽ അരച്ച് അരവരക്കാൻ വേണ്ടി പോകും. അപ്പം അങ്ങനെ അരച്ചുകൊണ്ട് അരക്കുമ്പോഴാണ് അവർ ഈ പാട്ട് പാടുന്നത്. അവരുടെ ജോലി വിനോദപരമായി ആക്കി തീർക്കാനും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി ആയാസം കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ പാടിക്കൊണ്ട് അരക്കുന്നത്. അപ്പോൾ ഈ പാടിക്കൊണ്ട് അരക്കുമ്പോൾ ഇവർ മുറുക്കും അല്ലെങ്കിൽ ചമക്കാൻ എന്നൊക്കെ പറയും ചില പ്രദേശത്ത്. അതായത് വെറ്റില, അടക്ക, നൂറ്, പുകയിലൊക്കെ ചമച്ചിട്ട് അല്ലെങ്കിൽ മുറുക്കിയിട്ടാണ് ഇവർ പാട്ട് പാടുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ലാസ്റ്റിൽ തുപ്പൽ ഇവിടെ ഇങ്ങനെ കോടുന്നതുകൊണ്ടാണ് അങ്ങനൊരു ശൈലി വരുന്നത്. മൂക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് പാടുക. കാരണം വായി നല്ലോണം ഓപ്പണാക്കി പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കോളി വെച്ച തുപ്പൽ പുറത്തേക്ക് തെറിക്കും. എന്നാലും ഇവർ പാടുമ്പോൾ ഈ തുപ്പൽ അരവിൽ തെറിക്കും. അരച്ചുകൊണ്ടാണ് അവരിങ്ങനെ പാടുക. അപ്പോൾ പണ്ട് കാലത്ത് അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നീട് ചില വിദ്യാഭ്യാസങ്ങൾ, ചില പരിഷ്കാരങ്ങളൊക്കെ നമ്മളിടയിൽ കടന്നു വന്നപ്പോൾ ചില ആൾക്കാർ പറയാൻ തുടങ്ങി, ഈ പെണ്ണുങ്ങന്മാരെ അല്ലെ ചേച്ചിമാരെ, ഒന്നിക്കൽ നിങ്ങൾ പാടുക അല്ലെങ്കിൽ നിങ്ങൾ അരക്കുക. രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾ പാടുമ്പോൾ ഈ തുപ്പൽ ഈ അരവിൽ തെറിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അരവിൽ ഈ തുപ്പലൊക്കെ ആയ അരവ് കൂട്ടിയിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങളെ കറിയൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. നിങ്ങൾ തുപ്പൽ തെറിച്ച സാധനം ഇങ്ങനെ നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞു. ഒന്നുകിൽ നിങ്ങൾ പാടുക അല്ലെങ്കിൽ നിങ്ങൾ അരക്കുക. ഇത് രണ്ടും നമുക്ക് ഏശുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ തുപ്പൽ തെറിച്ച സാധനം പണ്ട് കാലത്ത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില വിദ്യാഭ്യാസങ്ങൾ, ചില പരിഷ്കാരങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ അത് പിന്നെ ഒരു എന്താ പറയുക പിടിക്കാതെയായി. അങ്ങനെ എന്താ പറയുക പാടാതെയായി ഈ പാട്ട്. അങ്ങനെ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയി.
പ്രയോഗിക്കാൻ അവസരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ മരിച്ചു പോകുന്ന പാട്ടുകളെ ഡെത്ത് ഫോക്ക് എന്ന് വിളിക്കും. അങ്ങനെ ഒരു ഡെത്ത് ഫോക്കിൻ്റെ ഗണത്തിൽ പെടുത്തിയ ഒന്നാണ് നമ്മളെ അരവ് പാട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ഞാറ്റിപ്പാട്ട്. ഞാറ്റി എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഞാറ്റിപ്പാട്ടുള്ളൂ. അതുപോലെ തന്നെ അരക്കുക എന്നുള്ള പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ അരവ് പാട്ടുള്ളൂ. അപ്പോൾ ചില ആൾക്കാർ പറയാൻ തുടങ്ങി, നിങ്ങളുടെ തുപ്പൽ തെറിച്ച സാധനം നമുക്ക് കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയി. ഇതൊരു വടക്കൻ പാട്ടാണ്. വടക്കൻ പാട്ടായതുകൊണ്ട് തന്നെ കഥകളായിരിക്കും പാട്ട് രൂപത്തിൽ പാടുക, അല്ലെങ്കിൽ പാട്ട് കഥകൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. കഥപ്പാട്ടുകൾ അല്ലെങ്കിൽ പാട്ട് കഥകൾ. ചന്തുവിനെ കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ പാട്ടിൽ കഥകളാണ് അവർ പറയുന്നത്, പാട്ട് പറഞ്ഞുകൊണ്ട് പാടുക ചെയ്യുന്നത്. അപ്പോൾ വടക്കൻ പാട്ടായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഒരു ദിവസം പാടിക്കഴിഞ്ഞാലൊന്നും തീരില്ല. കഥകൾ പാട്ട് രൂപത്തിൽ പാടുന്നതുകൊണ്ട് തന്നെ 1, 2, 3, 4 ദിവസം പാടിക്കഴിഞ്ഞാലും തീർക്കാൻ പറ്റാത്തവയാണ് നമ്മുടെ വടക്കൻ പാട്ടുകൾ. അതുമാത്രമല്ല, ഇതേ പാട്ട് തന്നെ അരക്കുമ്പോൾ അരവിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്തവർ ഈ വരികളുള്ള ഇതേ പാട്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ പാടുന്നു. ഇനി അവർ കൃഷി ചെയ്യുമ്പോഴാണെങ്കിൽ അവർ കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണോ അവരുടെ ആയാസം കുറയ്ക്കേണ്ടത്, ആ ഒരവസ്ഥയിൽ നെല്ല് കുത്തുമ്പോഴാണെങ്കിൽ എങ്ങനെയാണോ അവരുടെ മൂഡ്, ആ മൂഡിനനുസരിച്ച് ഈണം ഈ വരികൾക്ക് നൽകി അവരങ്ങനെ പാടും. ഈ അരവ് പാട്ട് പാടുമ്പോൾ മാത്രമാണ് ഈ പാട്ട് പാടുന്നത്. അങ്ങനെയല്ല, മൂഡ് ക്രിയേറ്റ് ചെയ്തവർ പാടും ഇതേ വരികൾ. ഇതൊരു പ്രത്യേകതയാണ്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വഞ്ചി തുഴയുമ്പോൾ ആ വഞ്ചി തുഴയാനുള്ള ആ ഒരു കരുത്തിൽ നമ്മൾ ആ ഒരു മൂഡിൽ നമ്മൾ തുഴഞ്ഞു കഴിഞ്ഞാൽ കുതിച്ച് മുമ്പോട്ടേക്ക് പോകും. ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. കാരണം ഇതേ പാട്ട് തന്നെ വ്യത്യസ്ത വേളകളിൽ വ്യത്യസ്ത പ്രവൃത്തി ചെയ്യുമ്പോൾ മൂഡ് ക്രിയേറ്റ് ചെയ്ത് പാടും. ഇതൊക്കെയാണ് ഈ പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. Here is a small video for those who haven't seen Ammi Kallu and Ammi Kutti, the traditional device used to grind coconut kernel into a fine paste. This device is made up of stone. The hard shell of the coconut is cut open with a device called kattival, and the water is extracted and the kernel is grated out of the coconut using a device called chirava. The grated kernel is kept on the platform called Ammi Kallu, and after adding required ingredients, maybe chili or chili powder or spices or condiments or whatever it is, after adding the required ingredients, with this continued movement of the hands, the coconut kernel is finally ground into a fine paste and it gets accumulated on the other side of the Ammi Kallu. It is quite a laborious process and time consuming too, but with expertise, the old generation used to do this task in no time. This process of grinding coconut paste is called aravu or arekkel in Malayalam, and the fine paste finally produced is called arappu. And it is quite hopeful that even the new generation is very much interested in this traditional device, and this Ammi Kallu and Ammi Kutti is today available in the markets, and surprisingly even those residing abroad are now buying this product and carrying it away with them to conserve the tradition. Earlier, the device used to be very heavy, making it difficult to transport from one place to another, but recently lightweight models of Ammi Kallu and Ammi Kutti are available in the markets. Once the grated coconut accumulates on the other side as a fine paste, the process or cycle is again repeated so that we get a very smooth consistency of the paste. And there you go, the product is ready. This ground coconut paste
forms an inevitable ingredient of most of the dishes in Kerala. Today, only very few households follow this age-old tradition in Kerala. The person on video we watched until now was Srimati Prasita from Kannur district. Thank you, Prasita ji.